വളരെ മഹിതമായൊരു ചരിത്രമുണ്ട്. കാർഡിനൽ റൂബനെ കൊണ്ടുവന്ന വള്ളോപ്പള്ളി പിതാവിനെ കുറിച്ച് റെമീജിയസ് പിതാവ് പറഞ്ഞു. എന്നാൽ അതിനും മുൻപ് ഈ കുടിയേറ്റ ജനതയ്ക്കൊരു രൂപത കൊടുക്കണം, അവര് വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന മാതൃകകളാണ് എന്ന് കർദിനാൾ തിസറാങ് ഒരു മെത്രാനും ഈ നാട്ടിലില്ലാതിരുന്ന കാലത്ത് തീരുമാനമെടുത്തത് ഈ പേരാവൂരിന്റെ മണ്ണിൽ വെച്ചായിരുന്നു എന്നത് നാം വിസ്മരിക്കാൻ പാടില്ല. കുടിയേറ്റ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് പറഞ്ഞ് ഫാദർ വടക്കൻ കേരള കർഷക പാർട്ടി രൂപീകരിച്ചത് ഈ പേരാവൂരിന്റെ മണ്ണിൽ വെച്ചാണ് എന്നുള്ളത് ചരിത്രം നമുക്ക് തരുന്ന അത്ഭുതാവഹമായ പാഠമാണ്. പേരാവൂരുകാര് പ്രതികരിക്കാൻ അറിയാവുന്നവരാണ് എന്നുള്ളത് സത്യമാണ്. അത് ഈ കുടിയേറ്റ ജനതയുടെ പൊതു സ്വഭാവമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നമ്മൾ സമരത്തിന് പോകാറില്ല. ചുമ്മാ നിസാര വിഷയങ്ങൾ പറഞ്ഞ് തെരുവിലിറങ്ങാൻ നമ്മൾ തയ്യാറുമല്ല. കാരണം അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചാൽ മാത്രമേ കുടുംബത്തിൽ ഭക്ഷണത്തിന് വകയുണ്ടാകൂ എന്ന് അറിയാവുന്ന ഈ കുടിയേറ്റ ജനത അനാവശ്യ സമരങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാറില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ ജനത അവരുടെ നേതാക്കന്മാരായ വൈദികരോടൊപ്പം എന്തെങ്കിലും തെരുവിലിറങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ അവകാശം നേടിയെടുത്തിട്ടല്ലാതെ വച്ചകാല് തിരിച്ചെടുത്തിട്ടില്ല എന്നത് ഈ കുടിയേറ്റ ജനതയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പോരാട്ടത്തിന്റെ വീര്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, വിമോചന സമരം കാണിച്ച് ഞങ്ങളെ ആരും പേടിപ്പിക്കേണ്ട എന്ന് ഒരു മന്ത്രി പറയുന്നത് നാം ശ്രദ്ധിക്കുകയുണ്ടായി. 60 കൊല്ലം കഴിഞ്ഞിട്ടും വിമോചന സമരം എന്നുള്ള ഓർമ്മ അവരെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നു എങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ കുടിയേറ്റ ജനതയുടെ കരുത്താണ്. ഇവിടെ രാജീവ് സാറ് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സകല ക്രൈസ്തവന്റെയും സിരകളിൽ ഒഴുകുന്നത് ഒരേ വികാരവും ഒരേ വിചാരവും ഒരേ സാഹോദര്യവുമാണ് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കിയിരുന്നാല് നിങ്ങൾക്ക് നല്ലത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ AKCC മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങള്, നമ്മുടെ ആവശ്യങ്ങള്, അത് കേവലം ഒരു സമുദായത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചല്ല, മറിച്ച് ഒരു സമൂഹം ഒന്നാകെ ഈ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന നന്മകളും ആവശ്യങ്ങളുമാണ് AKCC മുന്നോട്ട് വയ്ക്കുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ മാത്രം വിഷയമാണോ? ഇവിടുത്തെ സകലമാന മനുഷ്യന്റെയും വിഷയമല്ലേ? ഇവിടുത്തെ നാണ്യവിളകൾക്ക് വില കിട്ടണമെന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനിയുടെ വിഷയമാണോ? അല്ല, ഈ കുടിയേറ്റ ജനതയുടെ കർഷക സമൂഹത്തിന്റെ മുഴുവനും ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ